Hallelujah. Praise you, Lord. Thank you, Lord. Praise you, Jesus. Hallelujah. Hallelujah. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. 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 Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. 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 Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. 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 വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് അദൃശ്യനായ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്. എന്തെന്നാൽ അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെടുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. എന്തെന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2617 ഖണ്ഡികയാണ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം, ആ ഖണ്ഡികയിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയം കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥനയാണ്. അവൾ എപ്രകാരമാണ് പ്രാർത്ഥിച്ചത് എന്നതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുകയാണ് ആ ഖണ്ഡികയിൽ. അപ്പോൾ ഞാൻ ആ ഖണ്ഡിക ഒന്ന് വായിക്കാം. കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥന, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2617 നമ്പറാണ്. സമയത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പ്രഭാതത്തിൽ മറിയത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്നു. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിനും പരിശുദ്ധാത്മാവിൻ്റെ വർഷിക്കലിനും മുൻപ് മംഗളവാർത്തയിൽ ക്രിസ്തുവിനെ ഗർഭം ധരിക്കുന്നതിനും പന്തക്കുസ്താ ദിനം അവിടുത്തെ ശരീരമായ സഭയെ രൂപപ്പെടുത്തുന്നതിനും വേണ്ടി ഉണ്ടോ. അവിടെ ഞാൻ വീണ്ടും ഒന്നുകൂടി വായിക്കാനാണ്. മംഗളവാർത്തയിൽ ക്രിസ്തുവിനെ ഗർഭം ധരിക്കുന്നതിനും പന്തക്കുസ്താ ദിനം അവിടുത്തെ ശരീരമായ സഭയെ രൂപപ്പെടുത്തുന്നതിനും വേണ്ടി. അപ്പോൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ നിന്ന് 1-ാം അധ്യായം 14-ാമത്തെ വചനം അവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. അത് ഞാനൊന്ന് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. അവർ ഒലിവ് മല എന്ന് വിളിക്കപ്പെടുന്ന ഇടത്തുനിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇത് ജെറുസലേമിനടുത്ത് ഒരു സാബത്ത് ദിവസത്തെ ദൂരത്താണ്. അവർ അവിടെ എത്തി തങ്ങൾ താമസിച്ചിരുന്നിടത്ത് വീടിൻ്റെ മുകളിലത്തെ നിലയിൽ പ്രവേശിച്ചു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, പീലിപ്പോസ്
തോമസ്, ബർത്തലേമിയോ, മത്തായി, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിൻ്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവരെല്ലാവരും ഏകമനസ്സോടെ സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ വിശ്വസ്തയോടെ നിന്നിരുന്നു. ഇപ്പം നമ്മളിന്ന് കാണുന്ന ഈ ആഗോള കത്തോലിക്ക സഭയുടെ രൂപം, അത് രൂപം കൊണ്ടതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ നിന്ന് വായിച്ചത്. അപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു ഈ സഭ രൂപം കൊണ്ട സമയത്ത്? ഈ സഭയ്ക്ക്, ഈ കത്തോലിക്ക സഭ രൂപം കൊണ്ട സമയം, രൂപപ്പെടുത്തിയ സമയത്ത് എത്ര പേരുണ്ടായിരുന്നു അവിടെ? ഉണ്ടോ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, പീലിപ്പോസ്, തോമസ്, ബർത്തലേമിയോ, മത്തായി, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിൻ്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. അപ്പോൾ ആ 11 പേരും ഇവരെല്ലാവരും കൂടെ ഏകമനസ്സോടെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ, യേശുവിനെ ശുശ്രൂഷിച്ചിരുന്നവരും അനുഗമിച്ചിരുന്നവരും, സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ വിശ്വസ്തയോടെ ഉറച്ചു നിന്നിരുന്നു. അപ്പോൾ ഇത്രയും പേര് ഉണ്ടായിരുന്നുള്ളൂ ഈ ആഗോള കത്തോലിക്ക സഭ, നമ്മളിന്ന് കാണുന്ന ഈ കത്തോലിക്ക സഭ രൂപം കൊണ്ടപ്പോൾ. അപ്പോൾ അതാണ് ഈ 2617 വായിച്ച, ഗണ്ണികയിൽ വായിച്ച ഒരു സെൻറ്റൻസ് എന്താണ്? പന്തക്കുസ്ത ദിനം അവിടുത്തെ ശരീരമായ സഭയെ രൂപപ്പെടുത്തുന്നതിനും വേണ്ടി പിതാവിൻ്റെ ദയാപദ്ധതിയോട്, അതായത് പിതാവിൻ്റെ രക്ഷാകര പദ്ധതിയോട് മറിയത്തിൻ്റെ പ്രാർത്ഥന അതുല്യമാംവിധം സഹകരിച്ചു. ദൈവത്തിൻ്റെ ദാനത്തിന് അവിടുത്തെ വിനീതദാസിയുടെ വിശ്വാസത്തിൽ അവിടുന്ന് സമയത്തിൻ്റെ ആരംഭം മുതൽ കാത്തിരുന്ന സ്വീകരണം ലഭിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസാണ്. ഒരിക്കൽ കൂടി ഞാനതൊന്ന് വായിക്കണതാണ്. ദൈവത്തിൻ്റെ ദാനത്തിന് അവിടുത്തെ വിനീതദാസിയുടെ വിശ്വാസത്തിൽ. അപ്പോൾ വിനീതദാസിയായ ആരാണ് വിനീതദാസി? കന്യകാമറിയം. അവളുടെ വിശ്വാസത്തിൽ ദൈവം അവൾക്ക് ദാനമായി നൽകാൻ പോണത് എന്തിനാണെന്നറിയോ? ദൈവത്തെ തന്നെയാണ് ദൈവം നൽകാൻ പോകുന്നത് ദാനമായിട്ട്. ദൈവത്തിൻ്റെ ദാനത്തിന് അവിടുത്തെ വിനീതദാസിയുടെ വിശ്വാസത്തിൽ അവിടുന്ന്, അതായത് ദൈവം സമയത്തിൻ്റെ ആരംഭം മുതൽ കാത്തിരുന്ന സ്വീകരണം ലഭിച്ചു എന്നുള്ളത്. സർവശക്തൻ കൃപാവര പൂർണ്ണയാക്കി തീർത്ത അവൾ തൻ്റെ സമ്പൂർണ്ണ അസ്തിത്വവും, അതായത് തൻ്റെ സമ്പൂർണ്ണ അസ്തിത്വവും എന്ന് പറഞ്ഞാൽ തനിക്കുള്ളവ മാത്രമല്ല തന്നെ തന്നെയും, അവളുടെ ഉണ്മ മുഴുവനും അവൾ ആർക്ക് സമർപ്പിച്ചു? ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മറുപടി പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വാക്കനുസരിച്ച് എന്നിൽ ഭവിക്കട്ടെ. അത് ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കട്ടെ എന്നതാണ് ക്രിസ്തീയ പ്രാർത്ഥന. പൂർണ്ണമായും ദൈവത്തിൻ്റെതായിരിക്കുക എന്തെന്നാൽ അവിടുന്ന് പൂർണ്ണമായും നമ്മുടേതാണ്. ശരിക്കും പരിശുദ്ധമ്മ അതല്ലേ ഇപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ ചെയ്തത്? എന്താണ് അവൾ ചെയ്തത്? പൂർണ്ണമായും അവൾ ദൈവത്തിൻ്റെതായി. അതാണ് നമ്മൾ പൊക്കത്ത് വായിച്ച ആ സെൻറ്റൻസ്. അവൾ എന്തു ചെയ്തു? അവൾ തൻ്റെ സമ്പൂർണ്ണ അസ്തിത്വവും, അവൾക്കുള്ളവ മാത്രമല്ല, അവളെ തന്നെ എന്തു ചെയ്തു? അവളെ തന്നെ പൂർണ്ണമായും അവളുടെ ഉണ്മ മുഴുവനും സമർപ്പിച്ചു. അതാ പൂർണ്ണമായും ദൈവത്തിൻ്റെതായിരിക്കുക. ശരിക്കും പരിശുദ്ധ കന്യകാമറിയം ശരിക്കും അവൾ എന്തായിരുന്നു? അവൾ മുഴുവനായും ദൈവത്തിൻ്റെതായി. ഇനി വേറെ ഒന്നുമില്ല അവൾക്ക് സമർപ്പിക്കാനായിട്ട്, വേറെ ഒന്നും ഇനി കൊടുക്കാനില്ല. അവളെ തന്നെ പൂർണ്ണമായും
പിതാവായ ദൈവത്തിന് സമർപ്പിച്ചു. പൂർണ്ണമായും ദൈവത്തിൻ്റെതായിരിക്കുക, എന്തെന്നാൽ അവിടുന്ന് പൂർണ്ണമായും നമ്മുടേതാണ്. ഞാൻ ഒരിക്കൽ കൂടി വായിക്കട്ടെ ഈ കന്യക 2617 കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥന എന്നാണ് അതിൻ്റെ ഹെഡ്ലൈൻ. സമയത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പ്രഭാതത്തിൽ മറിയത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്നു. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിനും പരിശുദ്ധാത്മാവിൻ്റെ വർഷിക്കലിനും മുൻപ് മംഗളവാർത്തയിൽ ക്രിസ്തുവിനെ ഗർഭം ധരിക്കുന്നതിനും പന്തക്കുസ്താ ദിനം അവിടുത്തെ ശരീരമായ സഭയെ രൂപപ്പെടുത്തുന്നതിനും വേണ്ടി പിതാവിൻ്റെ രക്ഷാകര പദ്ധതിയോട് മറിയത്തിൻ്റെ പ്രാർത്ഥന അതുല്യമാവിധം സഹകരിച്ചു. ദൈവത്തിൻ്റെ ദാനത്തിന്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അവിടെ വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദാനം, ഇവിടെ പരിശുദ്ധ അമ്മയ്ക്ക് പിതാവായ ദൈവം കൊടുക്കാൻ പോകുന്ന ദാനം എന്താണ്? പിതാവ് കൊടുക്കാൻ പോകുന്ന ദാനം എന്താണ്? ദൈവത്തെ തന്നെയാണ് ദാനമായിട്ട് ഇവിടെ നൽകാൻ പോകുന്നത്, ഇല്ലേ? ദൈവത്തെ തന്നെ ദാനമായിട്ട് ലഭിക്കാൻ പോവുകയാണ്. അതാണ് ദൈവത്തിൻ്റെ ദാനത്തിന് അവിടുത്തെ വിനീത ദാസിയുടെ വിശ്വാസത്തിൽ അവിടുന്ന്, അതായത് ദൈവം സമയത്തിൻ്റെ ആരംഭം മുതൽ കാത്തിരുന്ന സ്വീകരണം ലഭിച്ചു. സർവശക്തൻ കൃപാവര പൂർണ്ണയാക്കി തീർത്ത അവൾ തൻ്റെ സമ്പൂർണ്ണ അസ്തിത്വവും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മറുപടി പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വാക്കനുസരിച്ച് എന്നിൽ ഭവിക്കട്ടെ. അത് ഭവിക്കട്ടെ എന്നതാണ് ക്രിസ്തീയ പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കട്ടെ. പൂർണ്ണമായും ദൈവത്തിൻ്റെതായിരിക്കുക, എന്തെന്നാൽ അവിടുന്ന് പൂർണ്ണമായും നമ്മുടേതാണ്. ഈ മാതാവിൻ്റെ, കന്യകാമറിയത്തിൻ്റെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാദ് ഒരു നാടകീയമായിട്ട് ഈ പ്രാർത്ഥനയെ അവതരിപ്പിക്കുന്നുണ്ട്. ആഗമനകാലത്തിൽ പള്ളിപ്രസംഗത്തിൽ എന്താണ് അതിനെ നാടകീയമായിട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ അത് ഒരു ഡോക്യുമെൻറ്റിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ആ ഡോക്യുമെൻ്റ്. ഇതെന്താണെന്നറിയോ? നസ്രത്തിലെ യേശു. ഇത് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ എഴുതിയ ഒരു പ്രബോധനമാണ്, നസ്രത്തിലെ യേശു. അപ്പോൾ അതിൻ്റെ 3ാം വോളിയമാണിത്. 3ാം വോളിയം. ഇതിന് മുമ്പ് 2 വോളിയം വേറെയുണ്ട്. അപ്പോൾ ഈ 3ാം വോളിയത്തിൽ എന്താണ്, 2ാമത്തെ ചാപ്റ്റർ, 2ാമത്തെ അധ്യായത്തിൽ 77ാമത്തെ പേജിൽ, 3ാം വോളിയം 2ാമത്തെ ചാപ്റ്റർ പേജ് നമ്പർ 77, നസ്രത്തിലെ യേശു. ഇതിൽ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വിശുദ്ധ ബർണാദ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ നാടകീയമായി അവതരിപ്പിച്ച ആ ഭാഗത്തെ, ആ കോട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനതൊന്ന് വായിക്കട്ടെ. മറിയത്തിൻ്റെ ആ പ്രഭാതത്തിലെ പ്രാർത്ഥന. ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, സമയത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പ്രഭാതത്തിൽ മറിയത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്നു. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം എങ്ങനെയാണ് മറിയത്തിൻ്റെ മറുപടിക്കായിട്ട്, സ്വരം അവളുടെ മറുപടിക്കായിട്ട് ചെവിയോർത്തത് എന്നുള്ളത് അത് നാടകീയമായിട്ട് വിശുദ്ധ ബെർണാദ്, ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാദ് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ ബെർണാദ് സ്വർഗത്തിലായിരിക്കുന്ന ഇതുപോലെ ചിന്തിച്ചുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. മനസ്സിലായി? ഗബ്രിയേൽ മാലാഖ മാതാവിൻ്റെ അടുത്ത് വരുന്ന നിമിഷം, അപ്പോൾ വിശുദ്ധ ബെർണാദ് സ്വർഗത്തിലാണെന്ന് അവൻ അങ്ങനെ ഭാവിക്കും, അല്ലേ? അവൻ അങ്ങനെ ഭാവനയിൽ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ സ്വപ്നത്തിലായിരുന്നു കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഈ പ്രാർത്ഥനാ ഭാഗത്തെ നാടകീയമായി അവതരിപ്പിക്കുന്നത്. അപ്പം ഞാനതൊന്ന് വായിക്കട്ടെ കേട്ടോ. പിന്നെ വരുന്നത് മറിയത്തിൻ്റെ 3ാമത്തെ പ്രതിസ്പന്ദമാണ്. അതാണ് മറിയത്തിൻ്റെ യഥാർത്ഥ മറുപടി, ഞാൻ തയ്യാറാണ് എന്ന് മറിയം നേരെ സന്ധിയില്ലാത്ത സത്യസന്ധതയുടെ തീവ്രതയോടെ
ഓരോ വാക്കും ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ വാക്കുകളാണ്. അത് ഓരോന്നും വളരെ ആഴവും അതിൻ്റെ വ്യാപ്തിയും എല്ലാം വളരെ മനോഹരമാണ്. നമ്മളെ വളരെയേറെ ഓരോ വാക്കും നമ്മളെ വളരെയേറെ ആഴത്തിലേക്ക് കൊണ്ടുപോകും. മറിയം നേരെ സന്ധിയില്ലാതെ സത്യസന്ധതയുടെ തീവ്രതയോടെ തുറന്നു പറയുന്നു, കർത്താവിൻ്റെ ദാസിയാണ് താനെന്നും നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്നും മറിയം വളച്ചുകെട്ടില്ലാതെ ഋജുവായി ദൈവദൂതനോട് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് ആ പ്രഖ്യാപനത്തെ ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാദ് നാടകീയമായി അവതരിപ്പിച്ച ഭാഗം മാർപ്പാപ്പ അത് കോട്ട് ചെയ്തിരിക്കുന്നത് ഞാനത് വായിക്കാൻ പോവാണ്. ആഗമനകാലത്തെ ഒരു പള്ളി പ്രസംഗത്തിൽ ക്ലെയർവോയിലെ ബെർണാദ് ഈ നിമിഷത്തിൻ്റെ നാടകീയതയെക്കുറിച്ച് വളരെ ഹരം പിടിപ്പിക്കുന്ന ഒരു അവതരണം നൽകുന്നുണ്ട്. ആദി മാതാപിതാക്കളുടെ പാപപതനത്തിനു ശേഷം ലോകം മുഴുവൻ അന്ധകാരത്തിൽ ആവരണം ചെയ്യപ്പെട്ട് മരണത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലായിരുന്നു. ആ നിമിഷത്തെ ആ അവസ്ഥയെ ബെർണാദ് വ്യാഖ്യാനിക്കുകയാണ്. എന്തെന്നാണ്? ആദി മാതാപിതാക്കളുടെ പാപപതനത്തിന് ശേഷം ലോകം മുഴുവൻ അന്ധകാരത്തിൽ ആവരണം ചെയ്യപ്പെട്ട് മരണത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലായിരുന്നു. പുതിയ ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അവൻ മറിയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു. ആര്? ഈശോ. ഈശോ എന്ന് പറഞ്ഞാൽ വചനം മറിയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു. പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അവൻ മറിയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു. മനുഷ്യൻ്റെ സ്വതന്ത്രമായ സമ്മതം അവന് വേണം. ആർക്ക് വേണം? ദൈവത്തിന് വേണം. മനുഷ്യൻ്റെ സ്വതന്ത്രമായ സമ്മതം ആർക്ക് വേണം? ദൈവത്തിന് വേണം. സ്വതന്ത്രനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ ദൈവഹിതത്തിന് മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ കൊടുക്കുന്ന സമ്മതമുണ്ടായാൽ മാത്രമേ സാധിക്കൂ. ഇവിടെ വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ്റെ ഒരു കോട്ടാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ, സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞൊരു കോട്ടുണ്ട്. എന്താണ്? നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുക സാധ്യമല്ല. നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുക സാധ്യമല്ല. അതായത് നമ്മുടെ സമ്മതം ചോദിച്ചിട്ടല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. പക്ഷേ നമ്മളെ രക്ഷിക്കണമെങ്കിൽ നമ്മളുടെ സമ്മതം, സ്വതന്ത്രമായ നമ്മളെ ബലമായി പിടിച്ച് സമ്മതിപ്പിക്കുകയല്ല, നമ്മളുടെ സ്വതന്ത്രമായ സമ്മതം ദൈവത്തിന് ആവശ്യമാണ്. അതാണ് ഇവിടെ പറയണേ. അതായത് പരിശുദ്ധ അമ്മയുടെ സ്വതന്ത്രമായ സമ്മതം ഇവിടെ വേണം. എന്തിനു വേണ്ടി? വചനം മാംസമാകുന്നതിന് വേണ്ടി. അതിനാണ് ദൈവം അവളുടെ വാതിൽക്കൽ മുട്ടുന്നത്. മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ കൊടുക്കുന്ന സമ്മതം ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ. സ്വാതന്ത്ര്യത്തെ സൃഷ്ടിച്ചതോടെ ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ ആശ്രയിക്കേണ്ടി വന്നു ദൈവത്തിന്. കണ്ടോ? ദൈവത്തിനും നമ്മുടെ രക്ഷയെ സംബന്ധിച്ച് നമ്മളുടെ സമ്മതം അവന് ലഭിക്കണമെങ്കിൽ നമ്മളെ ആശ്രയിക്കണം ദൈവത്തിന്. ആ വസ്തുവിനെ ആലോചിച്ച് നോക്കിയല്ലേ, സൃഷ്ടാവായ ദൈവം മനുഷ്യൻ്റെ മുമ്പിൽ സ്വതന്ത്ര സമ്മതത്തിനായി വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയാണ്, വെയിറ്റ് ചെയ്യുകയാണ്. അതിപ്പോൾ നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ വ്യക്തിപരമായ രക്ഷയെക്കുറിച്ചും ഇത് സംബന്ധിച്ചും ഇത് ബാധകമാണ് കേട്ടോ. ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ ആശ്രയിക്കേണ്ടി വന്നു ദൈവത്തിന്. നിർബന്ധിച്ച് പറയിപ്പിക്കാൻ പറ്റാത്ത, അതെ ഞാൻ തയ്യാറാണ് എന്ന് മനുഷ്യ സമ്മതവുമായി ദൈവത്തിൻ്റെ ശക്തി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മറിയത്തോട് സമ്മതം ചോദിച്ച ഈ നിമിഷത്തിൽ സ്വർഗവും ഭൂമിയും ശ്വാസമടക്കി പിടിച്ചു നിന്നു. കണ്ടോ? എന്താണ്? മറിയത്തോട് സമ്മതം ചോദിച്ച ഈ നിമിഷത്തിൽ സ്വർഗവും ഭൂമിയും ശ്വാസമടക്കി പിടിച്ചു നിന്നു. കാരണം അവളും കന്യകാമറിയം ഗബ്രിയേൽ മാലാഖയോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ
ഗബ്രിയേൽ മാലാഖ ഇതൊട്ടും പ്രതീക്ഷിക്കണില്ല. അങ്ങനെ ചോദിക്കുന്ന ഇവളുടെ അതരത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഉയരുമെന്ന് ഗബ്രിയേൽ മാലാഖ ഒരിക്കലും വിചാരിക്കുന്നില്ല, സ്വർഗവും വിചാരിച്ചില്ല. അപ്പോൾ പിതാവായ ദൈവവും സർവ മാലാഖമാരും ദൂതഗണങ്ങളും എല്ലാവരും ഇങ്ങനെ മാതാവിനെ സ്വർഗത്തിൽ നിന്ന് ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുക. ഇവളെന്താണ് ഇനി പറയാൻ പോണത്? ഇവളുടെ സമ്മതം എന്തായാലും വേണം. ഇവളെന്തായിരിക്കും പറയുക? ഇവളെ ഇതിനെ തിരസ്കരിക്കുമോ എന്നൊക്കെയുള്ള സ്വർഗത്തിൻ്റെ ഒരു ടെൻഷൻ. ആ വസ്തുവൊന്നും നമ്മളൊന്നും ഭാവനയിൽ കണ്ടു നോക്കിയോ, ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കി ആ അവസ്ഥയെ. മറിയത്തോട് സമ്മതം ചോദിച്ച ഈ നിമിഷത്തിൽ സ്വർഗവും ഭൂമിയും ശ്വാസമടക്കി പിടിച്ചു നിന്നു എന്നാണ് ബെർണാദ് പറഞ്ഞത്. അപ്പോൾ ബെർണാദ് അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അവൻ അവിടെ സ്വർഗത്തിലായിരിക്കണോ ആ നിമിഷം? ഇത് ഭൂമിയിൽ ഇങ്ങനെ ഗബ്രിയേൽ മാലാഖയും മാതാവുമായിട്ട് ഈ സംഭാഷണം നടക്കുമ്പോൾ അവൻ സ്വർഗത്തിലാണെന്നുള്ള ഒരു ആ ഒരു സ്വപ്നത്തിലൂടെയാണ് അവനിത് അവതരിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ ഭാവി തുലാസിൽ തൂങ്ങിയ നിമിഷമായിരുന്നു അത്. കണ്ടോ, ലോകത്തിൻ്റെ ഭാവി, അതായത് ലോകത്തിൻ്റെ തന്നെ രക്ഷ, ലോകത്തിൻ്റെ മനുഷ്യവംശത്തിൻ്റെ രക്ഷ. ലോകത്തിൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിലൂടെ പറയാനാണെങ്കിൽ മനുഷ്യവംശത്തിൻ്റെ രക്ഷ തുലാസിൽ തൂങ്ങിയ നിമിഷമായിരുന്നു അത്. ലോകത്തിൻ്റെ ഭാവി തുലാസിൽ തൂങ്ങിയ നിമിഷമായിരുന്നു അത്. അവൾ അതേ എന്ന് പറയുമോ? ചോദ്യമാണ്. അവൾ അതേ എന്ന് പറയുമോ? അതായത് വചനം മാംസമാകാൻ വേണ്ടി അവൾ സമ്മതം നൽകുമോ? അവൾ അതേ എന്ന് പറയുമോ? അവൾ സന്ദേഹിക്കുമോ? അവളുടെ എളിമ സമ്മതം പറയുന്നതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കുമോ? അവളുടെ എളിമ സമ്മതം പറയുന്നതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കുമോ എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ ഉദരത്തിലൊക്കെ വന്ന് പിറക്കോ, അതിന് ഞാൻ യോഗ്യയാണോ എന്നുള്ള ചിന്താധാരയിൽ നിന്ന് വന്നേക്കാവുന്ന എളിമ. ആ എളിമ അപകടമാണ്. മനസ്സിലാവുണ്ടോ? ആ എളിമ വലിയ അപകടമാണത്. ഇവിടുത്തെ ഈ സംഭവത്തെ സംബന്ധിച്ച് അതാണ് ബെർണാദ് ചോദിക്കുന്നത്. അവൾ അതേ എന്ന് പറയുമോ? അവൾ സന്ദേഹിക്കുമോ? അവളുടെ എളിമ സമ്മതം പറയുന്നതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കുമോ? ഇപ്രാവശ്യം ബെർണാദ് അവളോട് പറയുകയാണ്, എളിമയുള്ളവളായിരിക്കരുത്. കണ്ടോ, എളിമയുള്ളവളാകരുത് നീ. എന്തിന്? ഇപ്പോൾ ഈ അവസ്ഥയിൽ നീ എളിമയുള്ളവളാകരുത്, ധീരയായിരിക്കുക. നിന്റെ സമ്മതം അതേ എന്ന വാക്ക് ഞങ്ങൾക്ക് തരിക. വിധി നിർണായകമായ ഈ നിമിഷത്തിൽ അവളുടെ അധരങ്ങളിൽ നിന്ന്, അവളുടെ ഹൃദയത്തിൽ നിന്ന് മറുപടി വന്നു, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, വിധി നിർണായകമായ ഈ നിമിഷത്തിൽ അവളുടെ അധരങ്ങളിൽ നിന്ന്, അവളുടെ ഹൃദയത്തിൽ നിന്ന് മറുപടി വന്നു, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. സ്വതന്ത്രവും വിനീതവും എന്നാൽ അതിശ്രേഷ്ഠവുമായ അനുസരണത്തിലൂടെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എടുത്ത പരമോന്നതമായ തീരുമാനത്തിൻ്റെ നിമിഷമായിരുന്നു ഇത്. ഞാൻ ഒന്നുകൂടി വായിക്കട്ടെ ആ വാക്ക്. സ്വതന്ത്രവും വിനീതവും എന്നാൽ അതിശ്രേഷ്ഠവുമായ അനുസരണത്തിലൂടെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എടുത്ത പരമോന്നതമായ തീരുമാനം. പരമോന്നതമായ തീരുമാനത്തിൻ്റെ എന്താണ് ആ പരമോന്നതമായ തീരുമാനം? ദൈവം മനുഷ്യനാകാൻ വേണ്ടിയുള്ള സമ്മതം കൊടുക്കലാണ്. അതാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമെടുത്ത പരമോന്നതമായ തീരുമാനത്തിൻ്റെ നിമിഷമായിരുന്നു ഇത്, അല്ലെങ്കിൽ അത് എന്ന് പറഞ്ഞു. അതെ, ഞാൻ തയ്യാറാണ് എന്ന് സമ്മതിച്ചതിലൂടെ മറിയം മാതാവായി. ഇത് അവതരിപ്പിക്കാനായി സഭാപിതാക്കന്മാർ മറിയം ചെവിയിലൂടെ ഗർഭം ധരിച്ചു എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതിനർത്ഥം ഇതാണ്,
അപ്പോൾ ചെവിയിലൂടെ ഗർഭം ധരിക്കുക, അതെന്താണ് അങ്ങനെ പറയണേ സഭാപിതാക്കന്മാർ? അപ്പോൾ അതിനർത്ഥം ഇതാണ്. എന്താണ് അതിനർത്ഥം? അവളുടെ കേൾവിയിലൂടെ അവൾ ഗർഭം ധരിച്ചു. കാരണം അവൾ കേട്ടു, ആ കേട്ടത് അവൾ എന്തു പറഞ്ഞു? അതനുസരിച്ച് അവൾ അതിന് സമ്മതം നൽകി. അവളുടെ കേൾവിയിലൂടെ അവൾ ഗർഭം ധരിച്ചു. അവൾ വെറുതെ കേൾക്കുക മാത്രമല്ല, അതവൾ അതനുസരിച്ചു. അവളുടെ അനുസരണത്തിലൂടെ വചനം അവളിലേക്ക് പ്രവേശിക്കുകയും, കണ്ടോ, അവളുടെ അനുസരണത്തിലൂടെ വചനം അവളിലേക്ക് പ്രവേശിക്കുകയും ഫലപുഷ്ടമാവുകയും ചെയ്തു. കണ്ടോ, അവളുടെ അനുസരണത്തിലൂടെ വചനം അവളിലേക്ക് പ്രവേശിക്കുകയും ഫലപുഷ്ടമാവുക എന്ന് പറഞ്ഞാൽ ആ വചനം മനുഷ്യനായി. അതാണ് ഫലപുഷ്ടമാവുകയും ചെയ്തു എന്ന് പറഞ്ഞതിനർത്ഥം. അവളുടെ അനുസരണത്തിലൂടെ വചനം അവളിലേക്ക് പ്രവേശിക്കുകയും അത് ഫലപുഷ്ടമാവുകയും ചെയ്തു. ഈ ചുറ്റുപാടിൽ സഭാപിതാക്കന്മാർ വിശ്വാസത്തിലൂടെയും മാമോദീസായിലൂടെയും ദൈവം നമ്മിൽ ജനിക്കുന്നതിനെ കുറിച്ചുള്ള ദൈവശാസ്ത്രം വികസിപ്പിച്ചെടുത്തു. അതായത് മാതാവിൽ അല്ലേ വചനം മാംസമായി, ദൈവം മനുഷ്യനായി പിറന്നു. നമ്മളിലെങ്ങനെയാണ് പിറക്കണേ? നമ്മളിലെങ്ങനെയാണ് ഈശോ പിറക്കണേ? മാമോദീസയിലൂടെ അല്ലേ? മാമോദീസ എന്ന കൂദാശയിലൂടെ. അത് വിശ്വാസത്തിലൂടെയും മാമോദീസയിലൂടെയും ദൈവം നമ്മിൽ ജനിക്കുന്നതിനെ കുറിച്ചുള്ള ദൈവശാസ്ത്രം സഭാപിതാക്കന്മാർ ഈ ചുറ്റുപാടിൽ വികസിപ്പിച്ചെടുത്തു. വിശ്വാസത്തിലൂടെയും ജ്ഞാനസ്നാനത്തിലൂടെയും വചനം നമ്മിലേക്ക് നവമായി വരികയും, കണ്ടോ, ഒരു പുതിയതായി വരികയും നമ്മെ ദൈവപുത്രരാക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി വിശുദ്ധ ഇരണേവൂസിൻ്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. ഇതൊക്കെ വലിയ ആ വാക്കുകൾ ഞാൻ വായിക്കാട്ടോ നമുക്ക്. അപ്പോൾ വിശുദ്ധ ഇരണേവൂസ്, സഭാപിതായ വിശുദ്ധ ഇരണേവൂസിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ ഇനി കേൾക്കാൻ പോണത്. ആ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണേ. ഉദാഹരണമായി വിശുദ്ധ ഇരണേവൂസിൻ്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിങ്കിലേക്ക് കടക്കുക? വിശുദ്ധ ഇരണേവൂസ് സഭാപിതാവ് ചോദിക്കുകയാണ്, എന്താണ് മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിങ്കിലേക്ക് കടക്കുക? മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിങ്കിലേക്ക് കടക്കുക? ആദ്യമേ ദൈവം മനുഷ്യനിലേക്ക് കടക്കുന്നില്ലെങ്കിൽ, കണ്ടോ, മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിങ്കിലേക്ക് കടക്കുന്നത്? അതിന് മനുഷ്യൻ, ഉദാഹരണമായി വിശുദ്ധ ഇരണേവൂസിൻ്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിങ്കിലേക്ക് കടക്കുക? ആദ്യമേ ദൈവം മനുഷ്യനിലേക്ക് കടക്കുന്നില്ലെങ്കിൽ, വിശ്വാസത്തിലൂടെ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് മരണത്തിലേക്കുള്ള ഈ ജന്മത്തിൽ നിന്ന് രക്ഷപ്പെടുക? വിശ്വാസത്തിലൂടെ വീണ്ടും ജനിക്കുക എന്നത് കന്യകയിൽ നിന്നുള്ള ആ പുതിയ ജനനമാണ്. എങ്ങനെയാണ് മരണത്തിലേക്കുള്ള ഈ ജന്മത്തിൽ നിന്ന് രക്ഷപ്പെടുക? വിശ്വാസത്തിലൂടെ വീണ്ടും ജനിക്കുക എന്നത് കന്യകയിൽ നിന്നുള്ള ആ പുതിയ ജനനമാണ്. ആ പുതുജന്മമാണ് ദൈവത്തിൻ്റെ വിസ്മയകരവും അപദരഹിതവുമായ സമ്മാനം എന്ന രക്ഷയുടെ അടയാളം. ലൂക്ക അവതരിപ്പിക്കുന്ന മംഗളവാർത്തയിലെ അന്തിമ വചനം പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ലൂക്ക അവതരിപ്പിക്കുന്ന മംഗളവാർത്തയിലെ അന്തിമ വചനം പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. ദൈവത്തിൻ്റെ സന്ദേശവാഹകനുമായി സന്ധിച്ച ആ മഹത്തായ മണിക്കൂർ, മറിയത്തിൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ച ആ മുഹൂർത്തം സമാപിച്ചിരിക്കുന്നു. കണ്ടോ, ഇപ്പം ഗബ്രിയേൽ മാലാഖ അവളുടെ മുമ്പിൽ നിന്ന് പോയി. ഇവരുടെ സമ്മതം, അതെ ഞാൻ തയ്യാറാണ് എന്ന സമ്മതം ലഭിച്ചതിലൂടെ ഗബ്രിയേൽ മാലാഖ അവളെ വിട്ടുപോയി അല്ലേ, അവളുടെ അടുത്ത് നിന്ന് പോയി. അപ്പം ഇപ്പോൾ അവളുടെ അവസ്ഥ എന്താ? ആ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ വ്യാഖ്യാനിക്കണേ. മറിയത്തിൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ച ആ മുഹൂർത്തം സമാപിച്ചിരിക്കുന്നു. മാനുഷികമായ എല്ലാ സാധ്യതകളെയും അതിശയിക്കുന്ന നിയോഗ ദൗത്യവുമായി അവൾ അവിടെ ഏകയായി തീർന്നു. അവളുടെ ചുറ്റും ഇപ്പോൾ ദൈവദൂതന്മാരില്ല. കറുത്തിരുണ്ട നിമിഷങ്ങളിലേക്ക് നയിക്കുന്ന
പാതയിലൂടെ അവൾ യാത്ര തുടരേണ്ടിയിരിക്കുന്നു. അവളുടെ ഗർഭത്തെക്കുറിച്ച് ജോസഫിനുണ്ടാകുന്ന നടുക്കവും ഭീതിയും തുടങ്ങി യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുന്ന നിമിഷങ്ങളിലൂടെ അവൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. തീർന്നില്ല. കറുത്തിരുണ്ട നിഴൽ വീണ കാൽവരിയുടെ പടവുകൾ കയറുമ്പോൾ കാണുന്ന കുരിശിൻ്റെ രാത്രി വരെ അത് നെടുനീളെ നീണ്ടു നിവർന്നു കിടക്കുന്നു. അവൾ ഇനി കടന്നു പോകാനിരിക്കണ ആ അവസ്ഥയെയും നിമിഷങ്ങളെയും സാഹചര്യങ്ങളെയും ഒക്കെയാണ് ഇവിടെ വ്യാഖ്യാനിക്കണേ. കാണാത്തതും കരുതാത്തതുമായ ഭയാശങ്കകൾ മനസ്സിൽ തീ കോരിയിട്ട പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുടെ അത്തരം സന്ദർഭങ്ങളിൽ നന്മ നിറഞ്ഞവളെ ആനന്ദിച്ചാലും എന്നും ഭയപ്പെടേണ്ട എന്നും ദിവ്യ സംവാദകൻ എന്ന് പറഞ്ഞാൽ ഗബ്രിയേൽ മാലാഖ ദിവ്യ സംവാദകൻ പറഞ്ഞ തിരുവചനങ്ങളിലേക്ക് എത്രയോ പ്രാവശ്യം ആന്തരികമായി പുനർവിചാരത്തോടെ മറിയം തിരിഞ്ഞിട്ടുണ്ടാകില്ല. ഇല്ലേ? ഗബ്രിയേൽ മാലാഖ അവളുടെ അടുത്തെന്ന് പറഞ്ഞു, നന്മ നിറഞ്ഞവളെ ആനന്ദിച്ചാലും എന്നും ഭയപ്പെടേണ്ട എന്നും അഭിസംബോധന ചെയ്തു അല്ലേ? അപ്പോൾ ആ വാക്കുകളിലേക്ക് അവൾ എത്രയോ പ്രാവശ്യം ആന്തരികമായി പുനർവിചാരത്തോടെ മറിയം തിരിഞ്ഞിട്ടുണ്ടാകില്ല എന്ന്. തീർച്ചയായിട്ടും തിരിഞ്ഞിട്ടുണ്ടാവണം. ഓരോ പ്രാവശ്യവും അതിനെക്കുറിച്ച് നവമായി ചിന്തിച്ചിട്ടുണ്ടാവില്ല. ദൈവദൂതൻ യാത്രയാകുന്നു. ദൈവദൂതൻ്റെ ദൗത്യം അവസാനിച്ചു. ഇനി അവളുടെ ദൗത്യം അവശേഷിക്കുന്നു. കണ്ടോ? ഗബ്രിയേൽ മാലാഖയുടെ ദൗത്യം അവസാനിച്ചു ഇവരുടെ സമ്മതം ലഭിച്ചതിലൂടെ. പക്ഷേ ഇനി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദൗത്യം അത് ആരംഭിക്കുകയാണ്. ദൈവദൂതൻ്റെ ദൗത്യം അവസാനിച്ചു, അവളുടെ ദൗത്യം അവശേഷിക്കുന്നു. അതോടെ ദൈവവുമായുള്ള അവളുടെ ആന്തരികമായ അടുപ്പം പക്വത പ്രാപിക്കുന്നു. തൻ്റെ ഹൃദയത്തിൽ അവൾക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്ന അടുപ്പമായി അത് വളരുന്നു. തൻ്റെ ഹൃദയത്തിൽ അവൾക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്ന അടുപ്പമായി അത് വളരുന്നു. അപ്പോൾ ഇതാണ് ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാദ് ഇതിനെക്കുറിച്ച് നാടകീയമായി അവളുടെ പ്രാർത്ഥന ആ അന്നത്തെ, അതായത് ദൈവം മനുഷ്യനാകണം എന്ന ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് കന്യകാമറിയത്തിൻ്റെ സമ്മതം വേണമെന്ന ആ പ്രാർത്ഥനയെ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ആ പ്രാർത്ഥനയെ വിശുദ്ധ ബെർണാദ് നാടകീയമായി അവതരിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, 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 താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, 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 താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ,